ഹലോ, ഞാനും നീനൂസിയും രാജപ്പനും കൂടെ ഹോസ് ചെസ്നട്ട് പിറക്കുകയാണ്. ഇത് നീനൂസിയെ തൂപ്പിക്കളഞ്ഞ ഇറക്കല്ലേ ചിച്ചിയെ, അത് തിന്നല്ലേ കുഞ്ഞു കേട്ടോ. ഞാൻ പിറക്കുന്ന കണ്ടേനെ അവളും പിറക്കിക്കൊണ്ട് വരുവാ. ഞാൻ പറഞ്ഞു നമുക്ക് 3 പേർ കൂടെ പിറക്കാന്ന് പറഞ്ഞാൽ അവള് പിറക്കുക. കുഞ്ഞിന് വേണ്ട, കുഞ്ഞത് തിന്നാനൊന്നും കൊള്ളൂല, അത് ഇച്ചിച്ചിയാണ്. ഇച്ചിച്ചിയാണ്. ഇതിവിടെ മുഴുവനുമേ ഈ ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഹോസ് ചെസ്നട്ട് ഇങ്ങനെ വീഴും. നമ്മുടെ ഇവിടെ നിൽപ്പുണ്ട്, ഈ ഗാർഡൻ നിൽപ്പുണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈ കായ് ഈ റൂഫിൻ്റെ മേലേക്ക് ഇങ്ങനെ വീഴുമ്പോൾ നമ്മൾ ഓർക്കും ആരെങ്കിലും എറിയുന്നതാന്ന്. അതുപോലെ ഇങ്ങനെ വീണ് കിടക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇതിന് ചെസ്നട്ടെന്നൊക്കെ പറയുമെങ്കിലും ആരും അബദ്ധത്തിൽ പോലും ഇതൊന്ന് കഴിച്ചേക്കരുത് കേട്ടോ, കഴിക്കാൻ ശ്രമിച്ചേക്കരുത്. കാരണം ഇത് അതീവ വിഷമാണ്. നമ്മുടെ മറ്റേ ചെസ്നട്ട് പോലെ നമ്മൾ കഴിക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ള ചെസ്നട്ട് ഉണ്ടല്ലോ, എഡിബിൾ ആയിട്ടുള്ള, അതുപോലൊക്കെ തോന്നും. ആർക്കും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. UK ഇത് വൈഡ്ലി ഉണ്ട്. ഈ ഹോസ് ചെസ്നട്ട് കഴിച്ചിട്ടെങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറിയ, വോമിറ്റിംഗ്, അതുപോലെ പാരലൈസിസ്, മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന അതീവ വിഷമുള്ള ഒരു നട്ടാണ്. ഞങ്ങളും ആദ്യം ഓർത്തോണ്ടിരുന്നത് ഇത് കഴിക്കാൻ പറ്റുന്ന ചെസ്നട്ട് തന്നെയാണെന്നാണ്. പിന്നീട് നമ്മുടെ ഗാർഡനറാണ് പറഞ്ഞു തന്നത് ഇത് എഡിബിൾ അല്ല, വിഷമാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ കൊറോണ വൈറസ് പോലെയാണ് ഹോസ് ചെസ്നട്ടിൻ്റെ പുറമിരിക്കുന്നത്. ഇതാണ് എഡിബിൾ ആയിട്ടുള്ള ചെസ്നട്ട്. റംബൂട്ടാനൊക്കെ പോലെ ഇരിക്കും. കായ്ക്ക് ഇതുപോലെ ഒരു മുനയുണ്ട്. ഹോസ് ചെസ്നട്ട് മുനയില്ലാതെ ഉരുണ്ടാണിരിക്കുന്നത്. ചൈനീസ് ആയുർവേദിക് ഹെർബൽ മെഡിസിനിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വേരിക്കോസ് വെയിൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആയുർവേദത്തിൽ ഉപയോഗിക്കും. രണ്ടും ഒരേപോലെ ഇരിക്കുമെങ്കിലും ഹോസ് ചെസ്നട്ട് മാരക വിഷമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഓസ്കുലിൻ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ടാണ് ഇതിന് വിഷം നൽകുന്നത്. ഈ ഹോസ് ചെസ്നട്ടേ ഇവിടുത്തെ കൾച്ചറിൻ്റെയും കുട്ടികളുടെ കളിയുടെയും ഒക്കെ ഒരു ഭാഗമാണ്, ട്രഡീഷൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഡ്രില്ല് ചെയ്തിട്ട് ഇത് കെട്ടും. എന്നിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇത് കളിക്കാനൊക്കെ ഇത് ഉപയോഗിക്കും. ആൾക്കാരിത് പണ്ട് കാലത്ത് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ 8 കാല് കയറില്ല എന്നും വിശ്വസിക്കുന്നു. നമ്മളിത് 8 കാല് കയറുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവെക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനത്തെ അന്ധവിശ്വാസത്തിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ഇനി വഴിയരികിലൊന്നും കണ്ടിട്ട് ഇത് ചെസ്നട്ടാണെന്നോർത്ത് ആരും ഇത് പിറക്കാൻ നിൽക്കണ്ട. അതീവ വിഷമാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.